ഇപ്പോൾ സ്വർണ്ണമോഷണ കേസിലെ 8ാം പ്രതി ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികൾ ജഡ്ജി കോടതിയിലെത്തി പൂർത്തിയാക്കുകയാണ്. വിവരങ്ങൾ നൽകാനായി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ഇന്നലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യം കൂടിയായിരുന്നു. ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും ഇതിന്റെ നടപടിക്രമങ്ങൾ ഹോസ്പിറ്റലിനകത്ത് പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപാണ് ജഡ്ജി ഉൾപ്പെടെയുള്ള, അതായത് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത് ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ എത്തിയിട്ടുള്ളത്. നിലവിലിപ്പോൾ ഈ റിമാൻഡ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ആശുപത്രിക്കകത്ത് പൂർത്തിയാക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇയാളുടെ അറസ്റ്റ്, അതായത് ശങ്കരദാസിന്റെ അറസ്റ്റ് പോലീസ് ആശുപത്രിയിൽ തന്നെ എത്തി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗുരുതരമായ അസുഖത്തെ തുടർന്ന്, അതായത് പക്ഷാഘാതം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിലും ഇയാളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പോലീസ് ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിന് പിന്നാലെയാണ് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി കൊല്ലം വിജിലൻസ് കോടതിയിലെ ജഡ്ജി CS മോഹിത് ഇപ്പോൾ ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത്. ഒരു പക്ഷേ ആശുപത്രി മാറ്റുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഇനിയും ഉണ്ടായിട്ടില്ല. ഏതായാലും നിലവിലിപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അസിത, കമലേഷ്, സ്വാഭാവികമായും ശങ്കരദാസിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അത്തരം സാഹചര്യങ്ങൾക്ക് വലിയ പ്രതിസന്ധി നേരിടും. അപ്പോൾ അത്തരം നീക്കങ്ങൾ എങ്ങനെയാണ് അന്വേഷണ സംഘം നിലവിൽ ക്രമീകരിക്കുന്നത്? അസിത, നിലവിൽ ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ പാലിച്ചു പോവുക എന്നതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളിലേക്കും കടക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ, ഈ കേസിലെ 8ാം പ്രതി കൂടിയാണ് ശങ്കരദാസ്. അതുകൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ ശങ്കരദാസിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. പക്ഷേ നിലവിലെ ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിനോ കസ്റ്റഡിക്കോ ഒന്നുമുള്ള ഒരു സാധ്യത നിലവിലിപ്പോൾ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതേസമയം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് ഇന്നലെ പൂർത്തിയാക്കി. വലിയ നിലയിലുള്ളൊരു വിമർശനം നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കേസിൻ്റെ നടപടികൾ പ്രതിചേർക്കപ്പെട്ടതിന് ശേഷവും നിരന്തരമായി ആശുപത്രിയിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് അറസ്റ്റ് നടത്തുന്നില്ല എന്നുള്ള ഇതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നേരത്തെ ഹൈക്കോടതി ചോദിച്ചിരുന്നു. പക്ഷേ സാഹചര്യം ഇതായിരുന്നു. ഇദ്ദേഹത്തിന് പക്ഷാഘാതം വന്ന് വളരെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെയാണ് SITക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയാതിരുന്നത്. അക്കാര്യം കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ ഗുരുതരമായ ശാരീരിക അല്ലെങ്കിൽ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്ത് തന്നെയാണ് ജഡ്ജി ഇപ്പോൾ നേരിട്ട് ഈ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണമോഷണ കേസിലെ 8ാം പ്രതി ശങ്കരദാസിന്റെ അറസ്റ്റ് ഇന്നലെയാണ് രേഖപ്പെടുത്തിയത്. അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഈ സാഹചര്യത്തിലാണ് ജഡ്ജി ആശുപത്രിയിലേക്ക് എത്തി റിമാൻഡ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്.